അയ്യപ്പ സംഗമത്തെ പറ്റി ഹൈക്കോടതി വിധി സർക്കാരിനും ദേവസ്വം ബോർഡിനും ഏറ്റ കനത്ത തിരിച്ചടിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP പ്രകടിപ്പിച്ച ആശങ്ക കോടതിയും പങ്കുവെക്കുന്നു. പരിപാടിയുടെ ലക്ഷ്യം കോടതിയെ അറിയിക്കുന്നതിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടുവെന്നും PK കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിൽ സ്പെഷ്യൽ കമ്മീഷണറെ ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് അറിയിക്കാതിരുന്നത്, ഈ സംഗമത്തിന്റെ പിന്നിൽ ചില ദുരൂഹതകൾ ഉള്ളതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് രഹസ്യമായി കടത്തിക്കൊണ്ടുപോയതിന്റെ പിന്നിലും ചില ദുരൂഹതകൾ ഉണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുകയാണ്. സാധാരണ രീതിയിലാണെങ്കിൽ ഹൈക്കോടതി അറിയിക്കണം, അനുമതി വാങ്ങണം, അനുവാദം വാങ്ങണം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് രഹസ്യമായിട്ട് ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. കോടതി പറഞ്ഞത് തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഈ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോകുന്നത് ഹൈക്കോടതിയുടെ മുന്നിൽ മറച്ചു വെച്ചത്? അത് സ്വാഭാവികമായിട്ടും ഒരു തെറ്റുപറ്റിയതായിരിക്കില്ല, ബോധപൂർവമാണ്. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ചില ദുരൂഹതകളുണ്ട് ഈ കടത്തിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ. രണ്ടാമത്തെ സംശയം എന്താ അറിയോ? 7-ാം തീയതി കൊണ്ടുപോകുന്നു, 8-ാം തീയതി ഹൈക്കോടതിയുടെ മുന്നിൽ കേസ് വരുന്നു. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് എന്ത് ചെയ്യണം? ആ സ്വർണ്ണപ്പാളി എവിടെയാണോ കൊടുത്തത് അവിടെ അതിന്റെ അതേ രൂപത്തിൽ നിലനിർത്തേണ്ടതാണ്. ഇന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണ്ണപ്പാളിയെല്ലാം ഉരുക്കിക്കളഞ്ഞു എന്നാണ്. എല്ലാം ഉരുക്കിക്കളഞ്ഞു. അതുകൊണ്ട് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അതേപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എന്തുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ മുന്നിൽ കേസ് വന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളി ഉരുക്കിയത് എന്നതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് മറുപടിയില്ല. ഇതിപ്പോ സ്പെഷ്യൽ കമ്മീഷണർക്ക് നേരിട്ട് കാണാൻ സാധിച്ചു ഈ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോയത്. എങ്ങനെയാണെന്നറിയോ? ഇവിടെ ശ്രീകോവിലിന് ചുറ്റുമായതുകൊണ്ട് എല്ലാവർക്കും നേരിട്ട് കാണാം. ഇത് നേരിട്ട് കാണാൻ സാധിക്കാത്ത വിലപിടിപ്പുള്ള അമൂല്യമായ എന്തെങ്കിലും ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്കോ മറ്റെവിടെയെങ്കിലും മുൻപ് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് പിടിച്ചുപോയി, കയ്യോടെ പിടിച്ചുപോയി. ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റാത്ത എന്തെങ്കിലും അമൂല്യ വസ്തുക്കൾ ദേവസ്വം ബോർഡ് ഇതിനു മുൻപ് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് ദുരൂഹമായിട്ട് രഹസ്യമായിട്ട് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ? സംശയമുണ്ട്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഈ വിധിയും 2 ദിവസത്തിനുള്ളിൽ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഏറ്റ കനത്ത തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം ഭക്തജനങ്ങളുടെ മുന്നിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും വിശദീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് BJP കോടതിയെ സമീപിക്കും. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ സംസ്ഥാന നേതൃത്വം ഇന്ന് കോടതി വിധി വന്നിട്ടേ ഉള്ളൂ, അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിനുശേഷം തീരുമാനം കൈക്കൊള്ളും. കോടതി വിധി എന്താ? അല്ല, അയ്യപ്പ സംഗമത്തിൽ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പ്രകടിപ്പിച്ച ആശങ്ക, ഭക്തജനങ്ങൾ പ്രകടിപ്പിച്ച ആശങ്ക കോടതി പങ്കുവച്ചിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എതിരല്ല. പക്ഷെ ഇതിന്റെ ആത്മാർത്ഥത ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ആ സമയത്ത് നോക്കാം. അതിന്റെ ആത്മാവ് ക്ഷണിക്കും. ഇപ്പൊ ക്ഷണിച്ചിട്ടില്ല. മറ്റൊന്ന്, അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞത് ഈ
ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ആത്മാർത്ഥത തെളിയിക്കണം. ഇപ്പൊ ഒന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ നിങ്ങൾ, എത്ര വിചിത്രമായ വാദമുഖങ്ങളാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡ് അവതരിപ്പിച്ചത്. അതായത് കുംഭമേള നടന്നതുപോലെ കുംഭമേള നടത്താമെങ്കിൽ എന്തുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിക്കൂടാണ്? കുംഭമേള എന്ന് പറയുന്നത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമാണ്. ഈ അയ്യപ്പ സംഗമം ഏത് ആചാരത്തിന്റെ ഭാഗമാണ്? മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ട ജനങ്ങളോട്. ഏത് ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് ഈ നടത്താൻ പോകുന്ന 20-ാം തീയതി അയ്യപ്പ സംഗമം? ഞങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥത തെളിയിക്കണം. ആര് ക്ഷണിച്ചാലും അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളതിനെതിരില്ല. കോടതി വിധിക്ക് ശേഷം മന്ത്രിയടക്കം പറഞ്ഞത് ഈ നിബന്ധനക്കുള്ളിൽ തന്നെ നടത്താനാണ് സർക്കാരും വിചാരിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സർക്കാരിന് കാഴ്ചപ്പാടുകളൊന്നും ഇല്ലെന്ന് തന്നെ. അതല്ലല്ലോ എന്താ നിങ്ങൾ കോടതിയിലെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ കോടതി എന്തൊക്കെയാ ചോദ്യം ചോദിച്ചത്? ആ ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായ മറുപടി പറയാൻ സാധിച്ചില്ല. ഇപ്പൊ ഒരു കാര്യം നോക്കൂ നിങ്ങൾ, ഈ കുംഭമേളയും അയ്യപ്പ സംഗമവും ഒരേ രീതിയിലാണ് താരതമ്യപ്പെടുത്തിയത്. എങ്ങനെ താരതമ്യപ്പെടുത്താൻ സാധിക്കുക? വാരണാസി നടത്തിയിട്ടുള്ള, പ്രയാഗ്രാജിൽ നടത്തിയിട്ടുള്ള കുംഭമേള പോലെയാണോ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമം? അത് ആചാരത്തിന്റെ BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസാണ് വാർത്താ സമ്മേളനത്തിൽ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്. കോടതി ഉന്നയിച്ച സംശയങ്ങൾ തന്നെയാണ് നേരത്തെ BJP മുന്നോട്ട് വെച്ചത് എന്ന് PK കൃഷ്ണദാസ് പറയുന്നു. എന്തായാലും ഈ അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് ഇത്തരത്തിൽ ഫണ്ട് ചെലവഴിക്കാൻ എന്ത് അവകാശമെന്നും അദ്ദേഹം ചോദിക്കുന്നു. തത്സമയ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്.